സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ, അങ്ങയിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ഒരു ദാസൻ തൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കാണ്. ഒരു ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിൽ. കാരണം അവിടെ നിന്നാണ് സഹായം വരുന്നത്. സ്തോത്രം. അവിടെ നിന്നാണ് അതിൻ്റെ പ്രതിഫലമുള്ളത്. അതുപോലെ അതിനെ ഒരു ഉപമാനമായി പറഞ്ഞിട്ട് പറയുന്നു, നമ്മുടെ കണ്ണ് ദൈവം ഞങ്ങളോട് കൃപ ചെയ്യുവോളം യഹോവയിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ഒരു ദാസൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. സ്തോത്രം. ദൈവം അതിന് നമുക്ക് തരേണ്ടുന്നത് യഥാസമയം എത്തിച്ചു തരാൻ വിശ്വസ്തനാണ്. ഈ ലോകത്തിലെ ഒരു ദാസനെയും ദാസിയെയുമാണ് അവിടെ പറയുന്നതെങ്കിലും എല്ലാ ഭാഗങ്ങളും നമ്മൾ എടുക്കരുത്. യജമാനനിലേക്ക് നോക്കണം. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പ്രതിഫലം കിട്ടുന്നത് നമുക്കറിയാം. 5 മണി വരെയാണ് നമ്മുടെ ടൈമെങ്കിൽ 5 മണി കഴിയുമ്പോൾ നമ്മൾ റെഡിയായി വന്ന് നിൽക്കും. അപ്പോൾ യജമാനനോ അല്ലെങ്കിൽ യജമാനത്തെയോ നമുക്ക് അതിനുള്ള പ്രതിഫലം തരും. പക്ഷെ തമ്പുരാൻ ആ കൂട്ടത്തിലല്ല. ചെയ്യേണ്ടത് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ തരും. ഇതാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. അന്നേരം തന്നു വിട്ടിരുന്നെങ്കിൽ, ഇപ്പം ഇന്നത്തെ ആരാധനയ്ക്ക് വന്നു, ആരാധനയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ തമ്പുരാൻ നമുക്ക് കിട്ടേണ്ടുന്നതെല്ലാം ഇവിടെ വന്നിരുന്ന് ആരാധിച്ചതിനും ഏകാഗ്രതയോടെ ആരാധിച്ചതിനും ദൈവഭക്തിയോടെ ഇരുന്നതിനും ഒക്കെ തക്കവണ്ണം ഇങ്ങനെ ദൈവം അന്നന്ന് തന്നു വിട്ടിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ആരാധന എന്ത് മെച്ചമാകുമായിരുന്നു എന്നറിയാം. സ്തോത്രം. എനിക്ക് തോന്നുന്നു നിങ്ങൾ രാവിലെ 5 മണിക്ക് മുമ്പ് ഇവിടെ വരും. കാരണം നേരത്തെ വരുന്നവർക്ക് തമ്പുരാൻ സ്പെഷ്യൽ. അപ്പം നമ്മൾ നോക്കും, അടുത്തയാൾക്ക് എത്ര കിട്ടി, നിനക്ക് ഇത്രയും കിട്ടിയോ, അതിന് നീ എന്ത് ചെയ്തു? ഞാൻ രാവിലെ വന്നിവിടെ. അങ്ങനെയാണോ? പിന്നെ ഇങ്ങനെ നമ്മൾ തിരുത്തലുകൾ വരുത്തി മാക്സിമം വാങ്ങാനുള്ള കാരണം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഉടൻ നമുക്ക് കിട്ടുകയാണ്. 10 ദിവസത്തെ പ്രാർത്ഥന തീരുമ്പോൾ തന്നെ നമുക്ക് കഞ്ഞി കിട്ടും. അത് വേറെ. അതല്ല, തമ്പുരാൻ അതിൻ്റെ പ്രതിഫലം തന്നിരുന്നെങ്കിൽ നമ്മൾ ഒരു സെക്ഷൻ പോലും മുടക്കത്തില്ലായിരുന്നു. ജോലി അവധി എടുത്ത് വന്നേനെ. കാരണം അതിനേക്കാൾ മെച്ചമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊന്നും നല്ല മനസ്സോടെ ചെയ്യാത്തത് അപ്പോഴൊന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇത് തന്നെയാണ് ഒരു ദുഷ്ടന് ദോഷം ചെയ്യാനുള്ള പ്രേരണയും. അവൻ വിചാരിക്കുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, ആരും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല, ദൈവം ഇതൊന്നും ശിക്ഷിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അവൻ ദോഷം ചെയ്യാൻ പിന്നെയും ഇത് രണ്ടും ന്യായാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും ദൈവം. പ്രൈസല്ലോ. ദൈവമക്കളുടെ പ്രത്യാശയ്ക്കും ദൈവത്തിനായി ചെയ്യുന്നതൊക്കെ നന്നായി ചെയ്യാനും ഞാൻ പറയട്ടെ, നമുക്ക് എന്നും കിട്ടുന്നതിനേക്കാൾ ആവശ്യമുള്ളപ്പോൾ കിട്ടുന്നതല്ലേ നല്ലത്. എത്ര പേർക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആവശ്യമുള്ളപ്പോൾ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ആവശ്യത്തിലായിരിക്കുമ്പോൾ അതിന് തക്കവണ്ണം ചെയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാനും നിങ്ങളുമൊക്കെ അത് അനുഭവിച്ചവരാണ്. അത് മറ്റൊരാളുടെ സാക്ഷ്യത്തെ എടുത്തു പറഞ്ഞ് നിങ്ങളെ ഒന്നും ആ തരത്തിൽ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തക്ക സമയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് മരണകരമായ വിപത്തുകളിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക ബലവും കൃപയും തന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകരുത്. അതുകൊണ്ട് ഈ മാസം പ്രതിഫലം കിട്ടിയില്ല,
ഈ വർഷം കിട്ടിയില്ല, ഇങ്ങനെയൊന്നും കരുതരുത്. ദൈവം ആർക്കും നമ്മൾ പാടുന്നത് പോലെ കടക്കാരൻ അല്ല. ദൈവം നീതിമാൻ. ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കർത്താവ് തരും. സ്തോത്രം. എത്ര പേർക്ക് യോജിക്കാം? അപ്പോൾ അങ്ങനെ ഒരു നിസ്വാർത്ഥമായി വേണം നോക്കാൻ. ഞാൻ 2 ദിവസം നോക്കി കിട്ടിയില്ല എന്നൊന്നും കരുതരുത്. നോക്കിക്കൊണ്ടേയിരിക്കുക. കാരണം സഹായം അവിടെ നിന്നേ ഉള്ളൂ. ലോകത്തിലെ ഏതെങ്കിലും യജമാനനാണെങ്കിൽ നമുക്ക് ആ യജമാനനെ മതിയാക്കി അടുത്തൊരു യജമാനൻ്റെ അടുത്ത് പോകാം. പക്ഷെ ഇത് പോകാൻ വേറെ ഒരിടം നമുക്കില്ല. അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തക്ക സമയത്ത് വേണ്ടുവോളം തരും എന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അടുത്ത സങ്കീർത്തനത്തിൽ 124 പറയുന്നത്, അതിൻ്റെ തുടക്കം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാ. പ്രൈസ്. ദൈവകൃപ പ്രാപിച്ച, രക്ഷയുടെ സന്തോഷം പ്രാപിച്ച ഒരു ദൈവ പൈതൽ വായ് തുറന്ന്, അധരം തുറന്ന് പറയേണ്ടത് ഇவ்விதമാണ്. എങ്ങനെയാണ്? യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മിടുക്കോ മറ്റുള്ളവരുടേതായ സഹായങ്ങളോ ഇതൊക്കെ ഉണ്ട്. നമ്മളും കുറേ അതിൽ പരിശ്രമിച്ചു കാണും, മറ്റുള്ളവർ നമ്മെ സഹായിച്ചു കാണും. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരം അനുകൂലമായിരുന്നില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും ഒരു നിമിഷം അവൻ്റെ ബുദ്ധി അബലമായാൽ തീർന്നു. സ്തോത്രം. എത്ര പേര് സഹായിക്കാനുണ്ടെങ്കിലും ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ തീർന്നു. പ്രൈസ്. ദൈവം സഹായിച്ചില്ലെങ്കിൽ ആർക്കും നമ്മെ എന്ത് ചെയ്യാൻ പറ്റില്ല. ദാവീദ് പറയുന്ന വാക്കറിയാമല്ലോ, ദൈവമേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ ആരാണ്? എൻ്റെ കുടുംബത്തിനുണ്ട്, ഹല്ലേലൂയ, എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഒന്നും പറയാനില്ല കർത്താവേ എന്ന് ദൈവമുമ്പാകെ താഴ്ത്തി നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുക. അങ്ങനെ കാണാൻ അതിൻ്റെ അടുത്ത് ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു, അവൻ്റെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ ദൈവം വാഴ്ത്തപ്പെടട്ടെ. 7-8 വാക്യങ്ങൾ. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി വെച്ചു, ശ്രദ്ധിക്കൂ, കെണി വെച്ചു, ആ കെണിക്കകത്ത് ഞാൻ പെട്ടു. പക്ഷേ എങ്ങനെയോ ആ കെണിക്കകത്ത് നിന്ന് ഞാനിങ്ങനെ വഴുതി പോന്നു. മിടുക്കുകൊണ്ട് രക്ഷപ്പെട്ടതല്ല, വഴുതി അങ്ങ് പോന്നു. വഴുതി പോന്നത് തമ്പുരാൻ ഇങ്ങനെ വഴുതി പോകത്തക്കവണ്ണം എന്നെ സഹായിച്ചത് കൊണ്ടാണ്. കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഇതിനകത്തിരുന്ന് നിരാശപ്പെട്ട് വേദനയോടെ ഭാരത്തോടെ അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാളെ എന്താകും, അതടഞ്ഞാൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, ആ കാര്യങ്ങൾ അങ്ങനെ നടന്നില്ലെങ്കിൽ എന്താകുമെന്നല്ല നീ പറയേണ്ടത്. യഹോവ എൻ്റെ സഹായമായിരിക്കുകയാ.